ജീവനുണ്ടെങ്കിൽ അംഗീകരിക്കുന്നതല്ല എന്നൊക്കെ പറയുന്നത് അവർ ആ ഒരു വൈകാരികമായിട്ട് ചിലപ്പോൾ ആ ഒരു മൂഡിൽ നിൽക്കും പറയുന്നതായിരിക്കും. അല്ലാതെ അവരൊക്കെ ഗൗരവമായിട്ട് തന്നെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. പക്ഷേ ഭരണസമിതിക്ക് ചെയ്യാൻ അവകാശമുള്ള ആക്ട് അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും? മുനിസിപ്പൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വിശദീകരിക്കാമോ? മുനിസിപ്പൽ ആക്ട് ചട്ടം 91K പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യാമെന്ന് സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ആ ഒരു സർക്കുലർ ഒരു അനുകൂല ഘടകമായി മാറി. അത് അല്ല, മുനിസിപ്പൽ ആക്ടിനെ ബേസ് ചെയ്താണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലർ അതിനൊരു സപ്പോർട്ടീവ് ആയി, ഡോക്യുമെന്റായി. സുഗതൻ പിന്നെ പരോളിന് അപേക്ഷിച്ചിരുന്നു ആഭ്യന്തര വകുപ്പിന് അല്ലേ? സുഗതൻ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ അദ്ദേഹത്തിന് കൗൺസിൽ ഹാജരാകാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അത് കാപ്പ് ആക്ട് അനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുത്തപ്പോഴേക്കും ആ അപേക്ഷ നിരസിക്കുകയും, എന്നാൽ സുഗതന് കോർപ്പറേഷൻ മുമ്പാകെ ഈ 6 മാസത്തേക്ക് അദ്ദേഹത്തിന് എക്സംഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കാമെന്ന് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ സർക്കുലർ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ആ അപേക്ഷ കോർപ്പറേഷൻ ഭരണസമിതി വോട്ടിനിട്ട് പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള വാക്കാണ് സർക്കുലറുള്ളത്. അതനുസരിച്ചാണ് നിങ്ങൾ ചെയ്തത്. അത് കുറെ കൂടി ഒരു നിയമപരമായ ഒരു പ്രാബല്യം നൽകിയല്ലേ? ഞങ്ങളുടെ ആക്ടിൽ ഞങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണത്. ആഭ്യന്തര വകുപ്പിനോട് നന്ദി പറയുന്നുണ്ടോ? ജനാധിപത്യത്തിനാണ് നന്ദി പറയുന്നത്. എന്തായാലും ഏറെ കഴിഞ്ഞ കൗൺസിലൊക്കെ തന്നെ വിവാദമായിരുന്നത് സുഗതന്റെ അവധി അപേക്ഷ അത് യോഗ്യമാകിയോ എന്നുള്ളതായിരുന്നു. ആ പ്രതിസന്ധി BJP കൗൺസിൽ മറികടന്നിരിക്കുന്നു. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് മീഡിയ 1 തിരുവനന്തപുരം.